ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇത് അറിയാലോ എല്ലാവർക്കും മുരിങ്ങയുടെ ഇലയല്ലേ. അപ്പോൾ ഇലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതിനെക്കാട്ടിയും അധികം കാൽഷ്യം ഉണ്ട്, അയൺ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ ഫൈബർ അടങ്ങിയതാണ്. അപ്പോൾ അതുപോലെ ഹൈ ബി പി ഉള്ളവർക്ക് ഇത് കുടിച്ച ബി പി ഒക്കെ നോർമലാവുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വിറ്റാമിൻ ഉള്ളതാണ് മുരിങ്ങയുടെ ഇല. നമ്മൾ മുരിങ്ങയുടെ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, അതുപോലെ സൂപ്പ് പോലെയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഞാൻ മുരിങ്ങയുടെ ഇലയുടെ ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചട്നി പൗഡറാണ് കേട്ടോ, ഡ്രൈ ആണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഡെയിലി ഒരു സ്പൂൺ എടുത്തിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുക. ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുക. അപ്പോൾ ആ ചട്നി പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് ഒരു തുണിയുടെ മീതെ ഇത് ഡ്രൈ ആക്കി എടുക്കണം, പിന്നെയാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ കഴുകി ഇത് ഒരു കോട്ടൺ തുണിയിൽ വിരിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്ത മുരിങ്ങയുടെ ഇലയാണിത്. ഇനി ഇത് നമുക്കിത് ഒരു കടായിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റായിട്ട് വറുക്കാം. എണ്ണ ഒന്നും ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ട് വറുക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടോ, നല്ല ഇല പിടിച്ച അങ്ങനെ പൊട്ടണ പാകത്തിലാവണം. നല്ല ഡ്രൈ ആയി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിങ്ങനെ കലകലന്നതിന് ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ കടായിൽ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. ഇത് പകുതി റോസ്റ്റായ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളകാണ്, ഒരു ടീസ്പൂൺ ജീരകം, ഇത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് നോക്കുക വെച്ചാൽ ഇടാം. ഒരു സ്പൂണ് ഫ്ലാക്സ് സീഡ്സ് ആണ് വേണ്ടത്. ഫ്ലാക്സ് സീഡ്സ് പൊടിച്ചതാണ്, അപ്പോൾ അതും കൂടി ഇടുന്നുള്ളത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഹെൽത്ത് വൈസ് നോക്കുക വെച്ചാൽ നല്ലതാണ്. ഇതായി നമുക്ക് ഇതിലേക്ക് കൊട്ടാം. അടുപ്പത്ത് വെച്ച് ഇതിൽ ലേശം വെളിച്ചെണ്ണ, ഒരു ലേശം എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതിൻ്റെ പച്ച നിറം മാറുന്ന വരെ ഒന്ന് വറുക്കുക. അതിലേക്ക് നമുക്ക് 4-5 ചുവന്നമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എനിക്ക് അത്ര എരിവ് വേണ്ട, അതിനാണ്. അത് വറുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഒരു ലേശം പുളി, ലേശം കായപ്പൊടി,
അത് ഇതിലേക്ക് കൊട്ടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി ഇത് തണുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇത് പൊടിച്ച് കൊടുന്നു കേട്ടോ. തരിതരായിട്ട് പൊടിക്കണം, നല്ല നൈസായി പൊടിക്കണ്ട. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ ഓരോ സ്പൂണ് കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയുടെ ഇല നമ്മൾ എന്നും കഴിക്കില്ല. എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മളത് ചട്നി പൗഡർ പോലെ ഉണ്ടാക്കി എടുത്ത് കഴിക്കും. ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്തും വയ്ക്കാം. 3 മാസം വരെ കേടുവരില്ല. നമുക്ക് ദിവസം ഡെയിലി ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താം. അത്രയ്ക്ക് വിറ്റാമിൻ അല്ലേ പിന്നെ മുരിങ്ങയുടെ ഇല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം, ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബായ്. അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബായ്.